വെൽക്കം ടു NRI വെൽ. അടുത്ത വർഷം എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ മാറ്റം വരുത്തുമെന്ന് കാനഡ. സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഓഫറുകൾ ലഭിക്കുന്നതിന് അധിക പോയിന്റുകൾ ലഭിക്കില്ല. കാനഡയിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഇത് ബാധിക്കും. എമിഗ്രേഷൻ സംവിധാനത്തിന്റെ സമഗ്രത ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിൽ കാനഡ ഗവൺമെന്റ് അതിന്റെ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ കാര്യമായ മാറ്റം പ്രഖ്യാപിച്ചു. 2025 വസന്തകാലം മുതൽ ഈ സംവിധാനത്തിന് കീഴിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ഓഫർ ലഭിക്കുന്നതിന് അധിക പേയ്മെന്റുകൾ ലഭിക്കില്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ ആകർഷിക്കുന്നതിനാണ് സുപ്രധാന നടപടികൾ സ്വീകരിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിലെ മാറ്റം പ്രാബല്യത്തിൽ വന്നാൽ നിലവിൽ കാനഡയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ എല്ലാ എക്സ്പ്രസ് എൻട്രി ഉദ്യോഗാർത്ഥികളെയും ബാധിക്കും. എന്നിരുന്നാലും ഇതിനകം അപേക്ഷിക്കാനുള്ള ക്ഷണങ്ങൾ ലഭിച്ചവരോ അപേക്ഷകൾ പുരോഗമിക്കുന്നവരോ ആയ ഉദ്യോഗാർത്ഥികളെ ഇത് ബാധിക്കില്ല. എക്സ്പ്രസ് എൻട്രി പൂളിൽ നിലവിലുള്ളതും പുതിയതുമായ തൊഴിൽ ഓഫറുകളുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ നടപടി ഒരേപോലെ ബാധകമാകും. കാനഡയുടെ മുൻനിര എമിഗ്രേഷൻ സംവിധാനമായ എക്സ്പ്രസ് എൻട്രി, ഫെഡറൽ സ്കിൽഡ് വർക്ക് പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡേഴ്സ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, പ്രൊവിഷണൽ നോമിനി പ്രോഗ്രാമിന്റെ ചില സ്കീമുകൾ എന്നിവ പോലുള്ള പ്രോഗ്രാമുകളിലൂടെ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നിയന്ത്രിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എക്സ്പ്രസ് എൻട്രി വഴി സ്ഥിരതാമസത്തിനുള്ള അവസരം ലഭിച്ചതിൽ ഇന്ത്യ ആധിപത്യം പുലർത്തുന്നുണ്ട്. 52,106 ഇന്ത്യൻ പൗരന്മാർക്ക് 2023 സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനുള്ള ക്ഷണം ലഭിച്ചു. നിലവിൽ 50 മുതൽ 200 വരെ പോയിന്റുകൾ നൽകുന്ന ജോബ് ഓഫർ പോയിന്റുകൾ നീക്കം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ അപേക്ഷകർക്ക് വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. ജർമ്മനിയിൽ തൊഴിൽ പ്രതിസന്ധി രൂക്ഷം. സർവകലാശാലകളും വ്യവസായ പ്രമുഖരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. അന്താരാഷ്ട്ര ബിരുദധാരികളെ ആഭ്യന്തര തൊഴിൽ വിപണിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ മുന്നേറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജർമ്മൻ സർവകലാശാലകളും വ്യവസായ പ്രമുഖരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. വേഗത്തിലുള്ള വിസ പ്രോസസ്സിംഗിന്റെ ആവശ്യകതയും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ജർമ്മനി രൂക്ഷമായ തൊഴിലാളിക്ഷാമം നേരിടുന്ന സമയത്താണ് ഈ അഭ്യർത്ഥന വരുന്നത്. ഇത് അന്താരാഷ്ട്ര ബിരുദധാരികളെ ആഭ്യന്തര തൊഴിൽ വിപണിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസ് അനുസരിച്ച് 2024-25 ശൈത്യകാല സെമസ്റ്ററിൽ ജർമ്മനിയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനം 4,05,000 എന്ന റെക്കോർഡിലെത്തി. ഇന്ത്യ, ചൈന, സിറിയ, ഓസ്ട്രിയ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിദ്യാർത്ഥികളിൽ അധികവും. ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ നവീകരിക്കുന്നതിനും വികസനത്തിനും അതിന്റെ മത്സരാധിഷ്ഠിത നേട്ടം നിലനിർത്തുന്നതിനും ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളെ വളരെയധികം ആശ്രയിക്കുന്നു. അംഗീകൃത സർവകലാശാല ബിരുദം, അടിസ്ഥാന ഭാഷാ വൈദഗ്ധ്യം എന്നിവയുള്ളവർക്കാണ് ജർമ്മനിയിൽ അവസരം നൽകുന്നത്. അവരെ ജർമ്മൻ തൊഴിൽ ശക്തിയിലേക്ക് വിലപ്പെട്ട സംഭാവന നൽകുന്നവരാക്കി മാറ്റും. അന്താരാഷ്ട്ര ബിരുദധാരികളെ തൊഴിൽ വിപണിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് സർവകലാശാലകളും വ്യവസായങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണം ആവശ്യമാണ്. അക്കാദമിക് പ്രോഗ്രാമുകളിലുടനീളം കരിയർ ഗൈഡൻസ് നൽകൽ, ബിരുദത്തിന് മുമ്പും ശേഷവും പ്രത്യേക പരിശീലനം നൽകൽ, ജർമ്മൻ കമ്പനികൾക്കുള്ളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ വികസിപ്പിക്കൽ എന്നിവ സർവകലാശാലകളുടെ പ്രധാന ശുപാർശകളിൽ ഉൾപ്പെടുന്നു. പഠന സമയത്തെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ തൊഴിൽ സംസ്കാരവും സാങ്കേതിക ഭാഷയും പരിചയപ്പെടാൻ അനുവദിക്കുന്നു. സ്പെയിൻ ഗോൾഡൻ വിസ പ്രോഗ്രാം അവസാനിപ്പിച്ചു. അന്യായ കുടിയേറ്റങ്ങൾക്ക് അതിവേഗ നിയമ നടപടികൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ യൂറോപ്യൻ രാജ്യം. പബ്ലിക് ജസ്റ്റിസ് സർവീസിന്റെ കാര്യക്ഷമതയ്ക്കായുള്ള നടപടികളിലേക്ക് ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് സ്പെയിൻ. ഇതിന്റെ ഭാഗമായുള്ള ഓർഗാനിക് നിയമത്തിന് സ്പാനിഷ് കോൺഗ്രസ് അംഗീകാരവും നൽകി. 170 പേരുടെ വിയോജിപ്പിലും 177 പേരുടെ അനുകൂല വോട്ടെടുപ്പോടെയാണ് നിയമത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഔദ്യോഗിക സ്റ്റേറ്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ നിയമം പ്രാബല്യത്തിൽ വരും. 15 ദിവസത്തിനുള്ളിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കുന്ന അതിവേഗ നടപടികളാണ് പുതിയ നിയമം ഉറപ്പു നൽകുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സ്വത്തവകാശം, കുടിയേറ്റ നയങ്ങൾ എന്നിവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു നിയമത്തിന്റെ അംഗീകാര നടപടികൾ. ആദ്യം നവംബറിൽ പാസാക്കിയെങ്കിലും സെനറ്റിൽ നിന്നും വീറ്റോ ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ത്യക്കാർക്ക് 2 വർഷത്തേക്ക് കൂടി വിസ ഇല്ലാതെ മലേഷ്യ സന്ദർശിക്കാം. 2026 ഡിസംബർ 31 വരെയാണ് വിനോദസഞ്ചാരികൾക്കുള്ള വിസ രഹിത പ്രവേശനം നീട്ടിയത്.
ഡിസംബർ 31 അവസാനിക്കാനിരുന്ന ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ ഇളവ് 2026 ഡിസംബർ 31 വരെ 2 വർഷത്തേക്ക് കൂടി മലേഷ്യൻ സർക്കാർ നീട്ടി. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ, ചൈന എന്നീ രാജ്യക്കാർക്ക് വേണ്ടി വിസാരഹിത സന്ദർശന സൗകര്യം ഏർപ്പെടുത്തിയത്. നിരവധി ഇന്ത്യക്കാരാണ് മലേഷ്യൻ ടൂറിസം ആസ്വദിക്കാനായി സന്ദർശക വിസ ഇളവ് പ്രയോജനപ്പെടുത്തിയത്. മലേഷ്യയിലെ വിനോദസഞ്ചാരം കൂടുതൽ സൗഹൃദപരമാക്കുന്നതിനോടൊപ്പം രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും സാമ്പത്തിക ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിസ ഇളവ് പ്രഖ്യാപിച്ച ശേഷം 2024 ജനുവരി മുതൽ നവംബർ വരെ 10 ലക്ഷത്തിലധികം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് രാജ്യം സന്ദർശിച്ചതെന്ന് മലേഷ്യൻ ടൂറിസ്റ്റ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻകാല കണക്കുകളെ അപേക്ഷിച്ച് 47% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. നിരവധി ദ്വീപുകളും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളുമടക്കം സഞ്ചാരികളെ ആകർഷിക്കാൻ ഒട്ടേറെ പ്രത്യേകതയാണ് മലേഷ്യയ്ക്കുള്ളത്. നിരവധി ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിട സമുച്ചയങ്ങൾ നിറഞ്ഞ മലാക്ക സിറ്റിയും തീർച്ചയായും സന്ദർശിക്കേണ്ട മലേഷ്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവ കൂടാതെ നൂറുകണക്കിന് കൊച്ചുദ്വീപുകളും മലേഷ്യയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. പൊതുവെ ഭക്ഷണപ്രിയരുടെ രാജ്യമായ മലേഷ്യയിൽ ചൈനീസ്, ഇന്ത്യൻ, തായ്, മലായ്, അറബ് തുടങ്ങി തനത് രുചിയോടെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും സുലഭമാണ്. ഇന്ത്യയോടൊപ്പം ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും 2 വർഷത്തേക്ക് കൂടി സൗജന്യ വിസ കാലാവധി നീട്ടിയിട്ടുണ്ട്. ഇനി വിലക്കയറ്റത്തെ പേടിക്കണ്ട. പുതുവർഷത്തിൽ അവശ്യ വസ്തുക്കളുടെ വില വർധന തടഞ്ഞ UAE സാമ്പത്തിക മന്ത്രാലയം. പ്രവാസികൾക്ക് ആശ്വസിക്കാം. UAE-യിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും പുതുവർഷത്തിൽ വിലവർധനയെ പേടിക്കണ്ട. 9 അവശ്യവസ്തുക്കളുടെ വിലവർധനയ്ക്ക് കടിഞ്ഞാണിട്ടിരിക്കുകയാണ് UAE സാമ്പത്തിക മന്ത്രാലയം. അരി, ഗോതമ്പ്, റൊട്ടി, പാചക എണ്ണ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, പഞ്ചസാര, കോഴി, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ വിലവർധനയാണ് തടഞ്ഞത്. ജനുവരി 2 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. മുൻകൂർ അനുമതിയില്ലാതെ രാജ്യത്തെ ചില്ലറ വ്യാപാരികൾ ഈ അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാൻ പാടില്ല. വിതരണക്കാർ, ചില്ലറ വ്യാപാരികൾ, ഡിജിറ്റൽ വ്യാപാരികൾ എന്നിവർ പുതിയ നിയമം പാലിക്കേണ്ടതാണ്. പുതുക്കിയ വില വിവരം ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വേണം. അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കണമെങ്കിൽ അടുത്ത വർഷം മുതൽ 6 മാസത്തെ ഇടവേള ഉണ്ടായിരിക്കണം. കുത്തക സമ്പ്രദായത്തിന് തടയിട്ട് വിപണിയിൽ വിലസ്ഥിരതയും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിപണികളിൽ അവശേഷിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും നിയമം ബാധകമായിരിക്കും. പുതിയ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകും. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദിയിൽ വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്ന നിക്ഷേപകർക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കാനാണ് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നത്. കുവൈറ്റിൽ പ്രവാസികളുടെ ബയോമെട്രിക് രേഖപ്പെടുത്താനുള്ള സമയപരിധി ഡിസംബർ 31 അവസാനിക്കും. രജിസ്റ്റർ ചെയ്യാത്തവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതുൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. ജോലിയിൽ നിന്ന് വിരമിച്ച 55 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് 5 വർഷത്തെ റെസിഡൻസി വിസ അവതരിപ്പിച്ച UAE. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് സുവർണാവസരം. അബുദാബി യാസ് ഐലൻഡിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. 260 സ്ക്വയർ മീറ്ററിലുള്ള എക്സ്പ്രസ് സ്റ്റോറിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഖത്തറിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് 15% നികുതി ചുമത്തും. 300 കോടി റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള കമ്പനികൾക്കാണ് ആദായ നികുതി ചുമത്തുക. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. നാല് അർദ്ധഗോളങ്ങളിലും ഒരേ സമയം സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യം ഏതാണെന്നറിയുമോ? ലോകത്തിലെ ഒറ്റപ്പെട്ട ദ്വീപുകളിലൊന്നായ പസഫിക്കിലെ ചെറു ദ്വീപ് രാജ്യത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. തിളങ്ങുന്ന വീഞ്ഞ്. ഇറ്റലിയാണ് സ്വദേശം. പരമ്പരാഗത രീതിയിൽ മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന രുചികരമായ വൈൻ ഏതാണെന്ന് നോക്കാം.